ഒരു സംഭവത്തിലേക്കാണ് ആദ്യമായി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകുന്നത്. ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ സംഭവിച്ച ഒരു കാര്യമാണത്. അത് വിവരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരു ഉമ്മ തൻ്റെ കൈക്കുഞ്ഞിന് പാലൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ആ വഴിയിൽ കൂടെ ഭൗതികമായ എല്ലാ ആർഭാടങ്ങളും സൗകര്യങ്ങളും ഉള്ള ഒരു മനുഷ്യൻ നടന്നു പോകുന്നു. അയാളുടെ ആ പ്രൗഢിയും ഗാംഭീര്യതയും അയാളുടെ ആ ഭൗതികമായ എന്തൊക്കെയുണ്ടോ അതെല്ലാം അയാളുടെ ആ നടത്തത്തിലും അയാളുടെ വേഷത്തിലും പ്രകടമാകുന്നു. ഇത് കണ്ടപ്പോ ആ ഉമ്മയുടെ മനസ്സിന്റെ ഉള്ളറയിൽ നിന്ന് ഒരു പ്രാർത്ഥന പുറത്തു വന്നു. അല്ലാഹുമ്മ ജഅൽ ഇബ്നി മിസ്ലഹു. അല്ലാഹുവേ, എൻ്റെ ഈ മടിത്തട്ടിലുള്ള ഞാൻ പാലൂട്ടുന്ന ഈ കുട്ടിയെ ആ പോകുന്ന മനുഷ്യനെ പോലെ നീ ആക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതം! പാല് കുടിക്കുന്ന കുട്ടി തൻ്റെ ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പാല് കുടി അവിടെ നിർത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽനി മിസ്ലഹു. അയാളെ പോലെ എന്നെ ആക്കരുതേ എന്ന്. ഒരത്ഭുതമാണത്. റസൂല് വിവരിക്കുന്ന കാര്യമാണ്. കുറച്ചു കഴിഞ്ഞ് ആ വഴിയിൽ കൂടെ തന്നെ ഒരു പെൺകുട്ടിയെ കുറെ ജനങ്ങൾ അടിച്ച് പീഡിപ്പിച്ച് ആ കുട്ടി ഇങ്ങനെ കരയുകയാണ്. അങ്ങനെ കൊണ്ടുപോകുന്നു. ആ കുട്ടി പറയുന്നുണ്ട്, ഹസ്ബി അല്ലാഹ്. ആ ജനങ്ങൾ പറയുന്നു, നീ വ്യഭിചരിച്ചിട്ടുണ്ട്, നീ കളവ് നടത്തിയ പെൺകുട്ടിയാണ് എന്നൊക്കെ ആ ജനങ്ങൾ ഇങ്ങനെ പറയുന്നു. അപ്പൊ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹു നിഅമൽ വകീൽ. നിങ്ങൾ പറയുന്നതെല്ലാം തെറ്റാണ്, കളവാണ്, എനിക്ക് എൻ്റെ അല്ലാഹു മതി, ഫലമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അവൻ തന്നെയാണ് എന്ന കുട്ടി ഇങ്ങനെ ആ വേദനക്കിടയിൽ, അടികൊള്ളുന്നതിൻ്റെ ഇടയിൽ ആ വിളിച്ച് പറയുന്നത്. ഇത് കണ്ടപ്പോ ആ ഉമ്മ നേരത്തെ പോലെ ഒരു പ്രാർത്ഥന നടത്തി, അല്ലാഹുവേ, എൻ്റെ മകനെ നീ അങ്ങനെ ആക്കരുതേ, അവളെ പോലെ ആക്കരുതേ എന്ന്. ഉടനെ തന്നെ ആ കുട്ടി നേരത്തെ ചെയ്തതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ജഅൽനി മിസ്ലഹ. അല്ലാഹുവേ, അവളെ പോലെ എന്നെ നീ ആക്കണമേ എന്ന്. ഇതൊരു യാഥാർത്ഥ്യമായ ഒരു സംഭവമാണ്. ഞാനിത് പറഞ്ഞത് ബനൂ ഇസ്രായേലിൽ നടന്നൊരു സംഭവം നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല. ഞാനും നിങ്ങളും അടങ്ങുന്ന എല്ലാ രക്ഷിതാക്കൾക്കുമുള്ള ഒരു ആഗ്രഹമാണ്, എന്തെങ്കിലും കാണുമ്പോൾ, പലതും കാണുമ്പോൾ, പലരെയും കാണുമ്പോൾ എൻ്റെയും നിങ്ങളെയും കുട്ടികളെ അങ്ങനെ ആക്കണമെന്നുള്ള ഒരു ആഗ്രഹം നമുക്കെല്ലാവർക്കുമുണ്ട്. എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ടാകുന്നത്. ഇത് ഓരോ രക്ഷിതാവിൻ്റെയും മാനസിക അവസ്ഥയാണ്. ശരി, നമ്മുടെ കുട്ടികളുടെ റിസൾട്ടുകളൊക്കെ വന്നു, പരീക്ഷ എഴുതി റിസൾട്ട് വന്നു. LP സെക്ഷനിലുള്ളവരൊക്കെ UPയിലേക്ക് അഡ്മിഷൻ എടുത്ത് കാത്തിരിക്കുകയാണ്. നമ്മുടെ മുന്നിലുള്ള കുട്ടികൾ പലരും, എല്ലാവരും. UPയിലുള്ളവര് ഹൈസ്കൂളിലേക്കും SSLC കഴിഞ്ഞവര്, +1നും +2 കഴിഞ്ഞവര് അടുത്ത എന്ത് കോഴ്സിന് വേണ്ടിയാണ് എൻ്റെ മകനെ ചേർക്കേണ്ടത്, ഞാൻ എന്തിന് ചേർന്ന് പഠിക്കണം എന്നുള്ള ഒരു ആലോചനയാണ്. ധൃതിപ്പാടിലാണ്, ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും.
ഇവിടെ ഒരു ഉമ്മയുടെ വാക്കുകൂടി നമ്മൾ ആഡ് ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളെ എന്ത് കോഴ്സിന് നമ്മൾ ചേർക്കുകയാണെങ്കിലും, ഏത് കലാലയത്തിൽ, ഏത് വിദ്യാലയത്തിലേക്ക് നമ്മൾ അവരെ കൊണ്ടുപോയി അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും, ഏത് ഹോസ്റ്റലിൽ അവരെ താമസിച്ച് പഠിപ്പിക്കുകയാണെങ്കിലും, ഒരു ഉമ്മയുടെ വാക്കുകൂടി നമ്മളെവിടെ നമ്മുടെ മനസ്സിൽ സേവ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. സുഫിയാൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയാണ് പിന്നീട് സുഫിയാനു സൗരി റഹിമഹുമുള്ള എന്ന പേരിൽ ലോകത്ത് അറിയപ്പെട്ട ആ കുട്ടി. ആ കുട്ടിയുടെ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്. ആ കുട്ടിയെ ഏതോ ഒരു കോഴ്സിന് വേണ്ടി ചേർത്തപ്പോ, എന്തോ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് വിദ്യാലയത്തിൽ അയച്ചപ്പോ, ആ ഉമ്മ മകനെ വിളിച്ച് പറയാണ്, ഇൻ തഅല്ലമ ഹർഫൻ വാഹിദൻ വഇൻ ലം തഅരിഫ് ബിഹി അനില്ലാഹ് ഫഖ്തിൻ തഅലീമുക. മോനെ, നീ ഒരക്ഷരം പഠിക്കുമ്പോൾ ആ പഠിക്കുന്ന അക്ഷരം കൊണ്ട്, ആ അക്ഷരം മുഖേന നിനക്ക് അള്ളാഹുവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ പഠനം അവിടെ വെച്ച് നിർത്തിക്കൊള്ളണം. നിന്റെ പഠനം കൊണ്ട് നിനക്ക് ഉപകാരം ഉണ്ടാവുകയില്ല, നിന്റെ മാതാപിതാക്കൾക്ക് ഉപകാരം ഉണ്ടാവുകയില്ല, നീ ഉൾക്കൊള്ളുന്ന ജനസമൂഹത്തിന് ഉപകാരം ഉണ്ടാവുകയില്ല, നിന്നെയും നിന്റെ നാട്ടിനെയും നിന്റെ കുടുംബത്തെയും നീ ഉൾക്കൊള്ളുന്ന സമൂഹത്തെയും അത് നാശത്തിലേക്കാണ് നയിക്കുക എന്ന് ആ ഉമ്മ പറഞ്ഞെങ്കിൽ, അത് നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ കുട്ടികളെ ഏത് വിദ്യാലയത്തിലേക്ക് നമ്മൾ അയക്കുമ്പോഴും അവര് വാക്ക് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. ചുറ്റുപാട് വളരെ ഡേഞ്ചറാണ്. അധികവും കലാലയങ്ങളിൽ നിന്നാണ്, ഹോസ്റ്റലിൽ നിന്നാണ് മക്കൾ വഴിതെറ്റി പോകുന്നത്. നമുക്കറിയാം, അവര് അവിടെ നിന്നാണ് ആക്രമിക്കപ്പെടുന്നത്. ഒരാഴ്ച മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കുട്ടിയുടെ ഡെഡ് ബോഡിയാണ് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. മതനിരാസത്തിലേക്ക് കൂട്ടുകൂടുമ്പോഴാണ് കുട്ടികൾ ഒഴുകിപ്പോകുന്നത്. പലതിന്റെയും അഡിക്റ്റുകളായി, മയക്കുമരുന്നിന്റെയും മറ്റും അഡിക്റ്റുകളായി മാറുന്നതും കൂട്ടുകൂടുമ്പോഴാണ്. അതുപോലെ പ്രേമനൈരാശ്യത്തിന്റെ പേരിൽ ഏതെങ്കിലും കലാലയത്തിന്റെ മുന്നിൽ പിടഞ്ഞി മരിക്കേണ്ട ഒരവസ്ഥ പെൺകുട്ടികൾക്ക് വരുന്നുണ്ടെങ്കിൽ അതും അധികവും അങ്ങനെ തന്നെയാണ്. പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുണ്ട്, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. മക്കളും സമ്പത്തും അത് ദുനിയാവിലെ ജീവിതത്തിൽ വല്ലാത്തൊരു അലങ്കാരമാണ് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ആ അലങ്കാരം അത് അലങ്കാരമായി നിൽക്കണം. എന്നാൽ അല്ലാഹു തആല വേറൊരു കാര്യവും കൂടി പറയുന്നുണ്ട്, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങളെ മക്കളും നിങ്ങളെ സമ്പത്തും നിങ്ങൾക്ക് പരീക്ഷണമായി വരും. ആകാൻ പാടില്ല. നമുക്കറിയാം, മക്കളില്ലാത്തതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഉള്ളതിന്റെ പേരിലും ഇല്ലായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് ആഗ്രഹിച്ചു പോകുന്നവരും എത്രയുണ്ട്. രണ്ടാമത് ഈ രണ്ട് വിഭാഗത്തിൽ നമ്മളായിക്കൂടാ. നമുക്ക് പടച്ചോൻ മക്കളെ തന്നു, അത് നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എന്നത് നമ്മുടെ കടമയാണ്. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു വാക്കുണ്ട്, അൽ മർഉ അലാ ദീനി ഖലീലി. ഒരു മനുഷ്യൻ അയാളുടെ സ്നേഹിതന്റെ മതത്തിലാണ് എന്ന്. അയാളുടെ സ്നേഹിതന്റെ മതം എന്താണോ അതിലേക്കാണ് അയാൾ ആകർഷിക്കപ്പെടുക. അയാളെയാണ് ഫ്രണ്ടിന്റെ മതത്തിനനുസരിച്ച് ഇയാൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമെന്ന് റസൂല് പറഞ്ഞെങ്കിൽ അത് വെറൊരു വാക്കല്ല, നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അത്തറ് കച്ചവടക്കാരന്റെ ഉപമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏതെങ്കിലും ഒരു അത്തറ് കച്ചവടക്കാരന്റെ അടുത്ത് നമ്മൾ പോയിരുന്നാൽ നമ്മളെയും വാസനിക്കും ആ അത്തറ്. നമ്മൾ വാങ്ങിയിട്ടല്ല, അവിടെ ഇരുന്നത് കൊണ്ട് കിട്ടിയതാണ്. എന്നാൽ അതുപോലെ തന്നെ ഇരുമ്പ് ഉരുക്കാൻ വേണ്ടിയിട്ട് തീ കത്തിക്കുന്ന ഒരാളെയും കൂടി ഉപമ പറയുന്നുണ്ട്. അതൊരു ദുർഗന്ധത്തിന്റെ വാസനയായിരിക്കും. അതും അയാൾ അപ്പണി എടുത്തത് കൊണ്ടല്ല, അവിടെ പോയി ഇരുന്നത് കൊണ്ടാണ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആയത്ത് ഹദീസ്.
സ്നേഹിതന്റെ മതമാണോ മറ്റേവന്റെ മതമെന്ന് റസൂൽ പറഞ്ഞത്? ഇത് വല്ലാത്തൊരു വാക്കാണ്. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത് വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദി ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദ. ഒരു ഭൂമിയിൽ കൃഷി ഉണ്ടാക്കുമ്പോൾ ആ ഭൂമി കൃഷിക്ക് പാകമായ ഭൂമിയാണെങ്കിൽ അവിടെ നന്നായിട്ട് കൃഷി തഴച്ച് വളരും, അല്ലേ? അല്ലെങ്കിൽ അത് ശുഷ്കാന്തിയോട് കൂടിയാണ് വളരുക. നമുക്ക് വളരെ വ്യക്തമാകുന്ന രൂപത്തിലാണ് അല്ലാഹു തആല ആ കാര്യത്തെ പറഞ്ഞത്. എങ്ങനെയാണോ ഒരാളുടെ ചുറ്റുപാട്, അതുപോലെയാണ് അയാളുടെ വളർച്ചയുണ്ടാവുക. ഒരു കവി തന്റെ ഭാവനയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. പടിഞ്ഞാറ് ഭാഗത്ത് നിന്നൊരു കാറ്റടിച്ച് വീശുന്നു. നല്ല സുഗന്ധമാണ് ആ കാറ്റ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് ആ കാറ്റ് തലോടി വരുന്നത് ഏതോ ഒരു പൂവിനെയും പുഷ്പത്തെയും തലോടി വരുമ്പോഴാണ് അതിൽ നിന്ന് നല്ല വാസന ഇങ്ങോട്ട് വരുന്നത്. കിഴക്ക് ഭാഗത്ത് നിന്ന് അടിച്ച് വീശുന്ന ആ കാറ്റ് ദുർഗന്ധമാണ് വമിച്ചു കൊണ്ടുവരുന്നത്. അതിന് കാരണമുണ്ട്. ഏതോ ഒരു മൃഗമോ പക്ഷിയോ മറ്റോ അവിടെ ഞാൻ ചത്തിട്ട് അതിന്റെ വാസനയെ തലോടിയാണ് ആ കാറ്റ് നമുക്ക് ഈ ദുർഗന്ധം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. എവിടെ നിന്നാണോ കാറ്റടിക്കുന്നത് അവിടെ എന്താണോ ഉള്ളത് അതായിരിക്കും നമുക്ക് നൽകുന്ന വാസന എന്ന് കവി പറയുമ്പോഴേ ഇത് നമ്മുടെ കുട്ടികളിലേക്ക് ചേർത്തി വെച്ച് നമ്മളൊന്ന് വായിച്ചു നോക്കണം. ഏത് കോഴ്സിന് നമ്മുടെ കുട്ടികളെ ചേർക്കുകയാണെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ സുഫിയാന്റെ ഉമ്മയുടെ ആ വാക്ക് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. ഇനി മൂന്നാമതൊരു ഉമ്മയുടെ വാക്കുകൂടി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. 5 മക്കളുണ്ട് അദ്ദേഹത്തിന്. 2 പെൺകുട്ടികളാണ്. 2 പേര് UK ജോലി ചെയ്യുന്നു കുടുംബസമേതം. ഒരാൾ ഖത്തറിലാണ്, 2 പേര് അമേരിക്കയിലാണ്. അങ്ങനെ 2 പേര് മിശ്ര വിവാഹം ചെയ്ത് ജീവിക്കുന്നു. ഒരാളെ പറ്റിയിട്ട് പറഞ്ഞത് എൻ്റെ മകന്റെ ഭാര്യ ആരാണെന്നോ ഏത് രാജ്യക്കാരിയാണെന്നോ ഏത് മതക്കാരിയാണെന്നോ എനിക്കറിയില്ല. ഒരു ഉമ്മയുടെ വാക്കാണ്. സംസാരത്തിനിടയിൽ ആ പിതാവ് പറഞ്ഞൊരു വാക്കുണ്ട്. മൗലവി എന്തിന് കൂടുതൽ പറയണം? എൻ്റെ ഒരു മകൻ പറഞ്ഞ വാക്ക്, ഉമ്മയും ഉപ്പയും ഒന്ന് സുഖിച്ചപ്പോൾ ഞാൻ ജന്മം നൽകപ്പെട്ടു. എന്ത് കടമയാണ് എനിക്ക് അവരോടുള്ളത്, എന്തൊരു ഉത്തരവാദിത്തമാണ് അവരോടുള്ളത് എന്നാണ് അവൻ പറഞ്ഞത്. ആ വാക്കിൻ്റെ ഇടയിൽ ആ ഉമ്മ പറഞ്ഞ വാക്ക്, ഇതിനൊന്നും ഉത്തരവാദി അവരല്ല, ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾ അവർക്ക് വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ട്, നല്ല വിദ്യാഭ്യാസം